ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഓഗസ്റ്റ് മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഓഗസ്റ്റ് 17 തൊട്ടിട്ട് ഓഗസ്റ്റ് 23 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് വീക്കിലെയും അതുപോലെ തന്നെ സെക്കൻഡ് വീക്കിലെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണനോ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ ചാനലിന്റെ പേര്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും സൈറ്റിൽ നോക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല മക്കളെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പേപ്പർ നോക്കി എഴുതി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. പേപ്പർ നോക്കി പേപ്പറിൽ ഇരുന്ന് വായിച്ച് ഓരോ വരി ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ച് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, വിച്ച് ഫിലിം വാസ് adjudged the best feature film in the 71st National Film Awards for the year 2023 on August 1st? അതായത് 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതില് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഏറ്റവും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്, ഏത് സിനിമയാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സിനിമയാണ്? എല്ലാവരെയും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. ഏതാണ്? 12th ഫെയിൽ ആണ് അല്ലെ. The right answer is 12th fail. 12th fail is the right answer. The best feature film in the 71st National Film Award for the year 2023 on August 1st. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളില് വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്തിട്ടുള്ള 12th ഫെയിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 12th ഫെയിലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് 2023 അടങ്ങിയിട്ടുള്ള ഒരു ഹിന്ദി പടമാണ്. ഇറ്റ്സ് എ ബയോഗ്രാഫിക്കൽ ഡ്രാമ ഫിലിം ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ആൻഡ് റിട്ടൺ ബൈ. അപ്പൊ ഡയറക്ഷൻ ഒരാൾ തന്നെയാണ്, പ്രൊഡക്ഷൻ ഒരാൾ തന്നെയാണ്, എഴുതിയിരിക്കുന്നതും കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എല്ലാം ആര് തന്നെയാണ്? വിധു വിനോദ് ചോപ്ര തന്നെയാണ് അല്ലെ. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ട്രൂ ഇവന്റ്സ് അല്ലെ. അത് എന്താണ്? നടന്ന സംഭവമാണ് അല്ലെ. മനോജ് കുമാർ ശർമ്മയുടെ ജീവിതമാണ് ഏത് 12th ഫെയിൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ട് അനുരാഗ് പഥക് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബുക്കിന്റെ ബേസിസിലാണ് 12th ഫെയിൽ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ടുള്ളത് അല്ലെ. ഹു ഓവർകം ദ എക്സ്ട്രീം പോവർട്ടി ടു ബിക്കം ആൻ IPS ഓഫീസർ അല്ലെ, ഇന്ത്യൻ പോലീസ് ഓഫീസർ, ആൻഡ് ശ്രദ്ധ ജോഷി ശർമ്മ ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർ അല്ലെ. അപ്പൊ ദാരിദ്ര്യത്തിൽ നിന്ന് വന്നാൽ പോലും നമുക്ക് ഒരു IPS ഓഫീസർ ആകാനായിട്ട് നമ്മുടെ മനഃശക്തി അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ തരുന്ന ഒരു പടമാണ് ഏത് 12th ഫെയിൽ എന്ന് പറയുന്നത്. പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒട്ടും നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആയില്ലെങ്കിൽ ഈ പടം കാണുന്നത് നന്നായിരിക്കും. 12th ഫെയിൽ അത് ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്തിട്ടുള്ള 12th ഫെയിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. അപ്പൊ അതിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്? വിക്രാന്ത് മേസിയാണ് അല്ലെ. അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദ ഫിലിം സ്റ്റാർസ് വിക്രാന്ത് മേസി, എസ് ശർമ്മ അലോങ് സൈഡ് മേധ ശങ്കർ, ആനന്ദ് ജോഷി, ആനുഷ്മാൻ പുഷ്കർ ആൻഡ് പ്രിയാൻഷു ചാറ്റർജി. ഇതാണ് അതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴാണ് ഇത് റിലീസ് ചെയ്തത്? 27 ഒക്ടോബർ 2023 അല്ലെ. ഒക്ടോബർ 27-നാണ് അത് തിയേറ്റർ റിലീസ് ആയിരുന്നു. എന്താണ് എത്രയായിരുന്നു അതിന്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത്? 20 കോടി ബഡ്ജറ്റിലാണ് അത് ഇറക്കിയത്. എന്നാൽ അതിന്റെ 3 ഇരട്ടി പൈസയാണ് നമുക്ക് തിരിച്ചു കിട്ടിയത് അല്ലെ. 69 നമുക്കല്ല, അതിന്റെ പ്രൊഡ്യൂസറിന് 69 കോടി രൂപയാണ് കിട്ടിയിട്ടുള്ളത് 12th ഫെയിലിന്. 100 കോടി അടിച്ചോന്ന് അറിയില്ല കേട്ടോ. അത് 69 ഫിലിം ഫെയർ അവാർഡ്സ് won 5 അവാർഡ്. അപ്പോൾ 71st ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഫിലിം ഫെയർ അവാർഡ്. 69ാമത്തെ ഫിലിം ഫെയർ അവാർഡില് ഈ 12th ഫെയിൽ എന്നുള്ള സിനിമയ്ക്ക് 5 അവാർഡുകളാണ് കിട്ടിയത്. ഏതൊക്കെയാണ്? ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂന്ന് കാറ്റഗറീസിലെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. At the 71st National Film Award, the film won 2 awards. 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആൻഡ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ ദ റീഡിംഗ് റോൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആർക്കാണ് ഇത് കിട്ടിയത്? വിക്രാന്ത് മേസിക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി
ഇതിനെ കുറിച്ച് 71st നാഷണൽ ഫിലിം അവാർഡിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 12th ഫെയിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. ദ കേരള സ്റ്റോറി എന്ന ഹിന്ദി സിനിമ ഒരുക്കിയ സുദീപ് തോസനാണ് മികച്ച സംവിധായകൻ കേട്ടോ. ജവാൻ എന്ന ചിത്രത്തിലൂടെ ഷാറൂഖ് ഖാനും 12th ഫെയിലിലെ പ്രകടനത്തിലൂടെ വിക്രാന്ത് മേസിയും മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടിട്ടുണ്ട്. ഷാറൂഖിന്റെ ആദ്യത്തെ ദേശീയ പുരസ്കാരമാണ് ഇത്. ഓക്കെ, റാണി മുഖർജിയാണ് മികച്ച നടി. അത് ഏതാണ് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിസസ് ചാറ്റർജി വേഴ്സ് നോർവേ എന്നുള്ളത് പടത്തിനാണ് ഇത് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? പൂക്കാലം, അതുപോലെ തന്നെ എന്താ ഉള്ളൊഴുക്ക് അല്ലെ. അതായത് മികച്ച സഹതാരത്തിനുള്ള പുരസ്കാരത്തിന് മലയാളി താരങ്ങളായിട്ടുള്ള വിജയരാഘവനും അതുപോലെ തന്നെ ഉർവശിയും അർഹരായിട്ടുണ്ട്. പൂക്കാലം എന്ന സിനിമയ്ക്കാണ് വിജയരാഘവന് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉർവശി കിട്ടിയിരിക്കുന്നത് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി, പൂക്കാലം എന്ന സിനിമയുടെ തന്നെയാണ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ആണ്. ചിത്രം 2018 എന്ന ചിത്രത്തിൽ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ലഭിച്ചിട്ടുണ്ട് 2018 കേട്ടോ. പുരസ്കാരങ്ങൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ മികച്ച സൗണ്ട് ഡിസൈനർ, സിനിമ ആനിമൽ കേട്ടോ. എം.ആർ. രാധാകൃഷ്ണൻ റീ റെക്കോർഡിംഗ് ആനിമൽ. അപ്പൊ ആനിമലിന് 2 അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? മികച്ച സൗണ്ട് ഡിസൈനറും അതുപോലെ തന്നെ റീ റെക്കോർഡിംഗ് അതുപോലെ തന്നെ എന്നിവരാണ് മറ്റ് മലയാളി ജേതാക്കൾ ഉള്ളത്. ഓക്കെ. അപ്പൊ അതുപോലെ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്തിട്ടുള്ള ഉള്ളൊഴുക്ക് മികച്ച മലയാളം സിനിമയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മലയാളത്തിന് അഭിമാനിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? മികച്ച സഹതാരത്തിനുള്ള പുരസ്കാരത്തിന് മലയാളി താരങ്ങളായിട്ടുള്ള വിജയരാഘവനും ഉർവശിയും അർഹരായിട്ടുണ്ട്. സിനിമ ഏതാണ്? വിജയരാഘവന് കിട്ടിയത് പൂക്കാലം എന്ന സിനിമയ്ക്കും ഉർവശിക്ക് കിട്ടിയിരിക്കുന്ന ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കിന്റെ പ്രത്യേകത എന്താണ്? മികച്ച മലയാളം സിനിമയായിട്ടും ഉള്ളൊഴുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതം പരിഗണിച്ചിട്ടില്ല എന്നുള്ള വിവാദങ്ങളും 71ാമത്തെ നാഷണൽ അവാർഡിന്റെ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മികച്ച എഡിറ്റർ ആയിട്ട് മിഥുൻ മുരളി, അത് ചിത്രം പൂക്കാലം തന്നെയാണ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ട് മോഹൻദാസ്, ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. അങ്ങനെ അതാണ് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ. അതുപോലെ സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ മികച്ച സൗണ്ട് ഡിസൈനർ. എം.ആർ. രാജകൃഷ്ണൻ ഓക്കെ മികച്ച റീ റെക്കോർഡിംഗ് ആനിമൽ എന്നുള്ള സിനിമയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്നിവരാണ് മറ്റ് മലയാളി ജേതാക്കൾ കേട്ടോ. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറിച്ച് പറയാനായിട്ട്. യെസ്, സെക്കൻഡ് ചോദ്യം അല്ലെ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് പ്രസാദ്? PRASAD. അതായത് ഒരു മിനിസ്റ്റർ ഓഫ് ടൂറിസം 54 പ്രൊജക്ട്സ് ഈ പ്രസാദ് സ്കീമിന്റെ ബേസിസിൽ 54 പ്രൊജക്ടിന് സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസാദ് എന്നതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് എന്താണ്? പിൽഗ്രിമേജ് റെജുവിനേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി ഓഗ്മെന്റേഷൻ ഡ്രൈവ് ഈസ് ദ ഫുൾ ഫോം ഓഫ് പ്രസാദ്. ഓക്കെ അല്ലേ? ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്റ്റർ ഓഫ് ടൂറിസം, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെ. പിന്നെ എന്താണ് പറയാനുള്ളത്? അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റെജുവിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെജുവിനേറ്റിന്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ ബൈ പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ infrastructure development, which includes making tourism infrastructure well planned and enhancing tourist convenience, accessibility and amenities. അത് എന്താണ്? ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സ്കീമാണ് ഇത്, പ്രസാദ് സ്കീം. അതിന്റെ അണ്ടറിൽ 54 പ്രൊജക്റ്റ് ആണ് വരാനായിട്ട് പോകുന്നത്. ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് ദ ഫെസിലിറ്റീസ് അറ്റ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ സൈറ്റ്സ് ടു അട്രാക്ട് മോർ ടൂറിസ്റ്റ്. ഓക്കെ, പറഞ്ഞല്ലോ ഓൾറെഡി. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. When is World Lung Cancer Day observed every year? എന്നാണ് ലോക ലങ്സ് ക്യാൻസർ ഡേ എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓഗസ്റ്റ് 1. വേൾഡ് ലങ് ക്യാൻസർ ഡേ ഈസ് ഓൺ ഓഗസ്റ്റ് 1 അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ഡേറ്റ് നോക്കാം. ഓഗസ്റ്റ് 1 വേൾഡ് ലങ് ക്യാൻസർ ഡേ മാത്രമല്ല വേൾഡ് വൈഡ് വെബ് ഡേ ആണ്. WWW അല്ലെ. എന്താണ്? വേൾഡ് വൈഡ് വെബ് ഡേ ആണ്. ഇറ്റ്സ് ഒബ്സർവ്ഡ് ഓൺ ഓഗസ്റ്റ് 1 ഗ്ലോബലി ആൻഡ് ദ ഡേ ഹോണേഴ്സ് ആൻഡ് അക്നോളജ് ദ ഫൗണ്ടർ ഓഫ് ഇന്റർനെറ്റ് ആരായിരുന്നു? ടിം ബെർണേഴ്സ്-ലീ. എപ്പോഴും PSC IT വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് ആരാ? ടിം ബെർണേഴ്സ്-ലീ അല്ലെ. ദിസ് ഡേറ്റ് ഈസ് കൺസിഡർഡ് ദ ബർത്ത് ഓഫ് ദ മോഡേൺ ഇന്റർനെറ്റ്. അപ്പൊ മോഡേൺ ഇന്റർനെറ്റിന്റെ ബർത്ത് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏത് ഡേറ്റ് ആണ്? ഓഗസ്റ്റ് 1 ആണ് കേട്ടോ. വേൾഡ് വൈഡ് വെബ് ഡേ അല്ലെ. അടുത്തത് ഓഗസ്റ്റ് 3 നാഷണൽ വാട്ടർമെലൺ ഡേ ആണ് കേട്ടോ. നാഷണൽ വാട്ടർമെലൺ ഡേ എന്നാണ്? ഓഗസ്റ്റ് 3 നാഷണൽ വാട്ടർമെലൺ ഡേ. ഓക്കെ,
അടുത്തത് ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ ആണ് അല്ലെ. ഹിരോഷിമ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 6 ഓഗസ്റ്റ് എവറി ഇയർ. ദിസ് ഈസ് ദ ഡേ വെൻ ദ ആറ്റോമിക് ബോംബ് വാസ് ഡ്രോപ്ഡ് ഓൺ ദ ജപ്പാനീസ് സിറ്റി ഓഫ് ഹിരോഷിമ. അപ്പൊ ഓഗസ്റ്റ് 6 എന്താ ഹിരോഷിമ വർഷിച്ചത് അല്ലെ. അടുത്തത് ഡേറ്റ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് വീക്കിലെ കാര്യങ്ങളാണല്ലോ, വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ്. ഓഗസ്റ്റ് 7 ആണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ അല്ലെ. ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഡേ ആണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സെഷൻ ഇൻ ബോംബെ on 8 August 1942, Mohandas Karamchand Gandhi launched the Quit India movement. It is also known as the ഓഗസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി. അപ്പൊ ഓഗസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. ഓഗസ്റ്റ് 8 ആണ് 1942 അല്ലെ. ഓഗസ്റ്റ് 9 നമ്മൾ ഹിരോഷിമ ഡേ പറഞ്ഞ പോലെ 6 കഴിഞ്ഞ പിന്നെ 9 നാഗസാക്കി ഡേ ആണ് അല്ലെ. 1945 നാഗസാക്കി അല്ലെ ബോംബ് അവിടെ വർഷിച്ചത്. സെക്കൻഡ് ബോംബ് ഓൺ ജപ്പാൻ ആൻഡ് നാഗസാക്കി ആൻഡ് ദ ബോംബ് ഈസ് ഓൾസോ നോൺ ആസ് ഫാറ്റ് മാൻ എന്നറിയപ്പെടുന്ന ബോംബ് ഏതാണ്? ഹിരോഷിമയാണോ നാഗസാക്കിയിൽ വെച്ച ബോംബാണ് ഇത്? നാഗസാക്കിയിലാണ്. ഇറ്റ് വാസ് ഡ്രോപ്പ് 3 days ആഫ്റ്റർ ദ ആറ്റോമിക് ബോംബിംഗ് ഓഫ് ഹിരോഷിമ. ഹിരോഷിമയിൽ കഴിഞ്ഞതിന് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് 6 ഹിരോഷിമയിലാണ്, 9 നാഗസാക്കിയിലാണ് ബോംബിട്ടത് അല്ലെ. അടുത്തത് 10 വേൾഡ് ലയൺ ഡേ ആണ് കേട്ടോ. ഓഗസ്റ്റ് 10 എന്ന് പറയുന്നത് വേൾഡ് ലയൺ ഡേ ആണ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ 10 ഓഗസ്റ്റ് ആനുവലി. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു സ്പ്രെഡ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ലയൺസ് ആൻഡ് ദെയർ കൺസർവേഷൻ. ഇനി ഓഗസ്റ്റ് 10 തന്നെ വേൾഡ് ബയോഫ്യൂവൽ ഡേ ആണ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ ഓഗസ്റ്റ് 10 ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ദ unconventional source of fuels that could work as an alternative to the fossil fuels. ഓഗസ്റ്റ് 12 ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ദിവസമാണ് ഇത് ഓഗസ്റ്റ് 12 എന്ന് പറയുന്നത്. എല്ലാവരിലും ഒരു എന്തുണ്ട്? ഒരു യൂത്ത് ഉണ്ട് അല്ലെ. ഇന്റർനാഷണൽ യൂത്ത് ഡേ is celebrated on 12th August around the globe to focus on the development and protection of youth in the society. Okay, അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. Which state has become the first in India to use artificial intelligence for road safety? അപ്പോ റോഡ് സേഫ്റ്റിയിൽ AI ആദ്യമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ അറിയാലോ, നിർമ്മിത ബുദ്ധി എന്നർത്ഥം അല്ലെ. Which state has become the first in India to use artificial intelligence for road safety? The right answer is ഏതാണ്? UP, ഉത്തർപ്രദേശ് ഗവൺമെന്റ് AI based traffic system approve ആയിരിക്കണം. ഉത്തർപ്രദേശ് become the first state in India to use artificial intelligence for road safety. Okay. ഉത്തർപ്രദേശ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ഉത്തർപ്രദേശ് has become the first state in India to use artificial intelligence for road safety, launching an AI and big data analytics based pilot project approved by the MORTH. അതായത് എന്താണ്? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. അതുവഴി നമുക്ക് ഒരുപാട് ആക്സിഡന്റ്സ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. The project will analyze various data points to identify accident causes and high risk zones. അതായത് ഈ പ്രൊജക്ട് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ഹൈ റിസ്ക് സോൺസ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അവിടെ ഒരു ഡെവലപ്പ് ഡേറ്റ ഡ്രിവൻ മോഡൽ ഫോർ ദ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. അവിടെ എങ്ങനെയാണ് വണ്ടികൾ ഓടിക്കേണ്ടത്, കറക്റ്റ് ആയിട്ടാണ് ഓടിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ഇംപ്രൂവ് ഓവറോൾ റോഡ് സേഫ്റ്റി ഇൻ ദ state. Okay, so UP അല്ലെ. ഉത്തർപ്രദേശ് is the India's most populous state and is so known as the heartland of India due to its central location അല്ലെ. എന്താണ്? ഇന്ത്യയുടെ ഹൃദയഭാഗത്താണ് ഉത്തർപ്രദേശ് ഉള്ളത് അല്ലെ. എന്തൊക്കെയാണ് ഉത്തർപ്രദേശിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? ബ്രഹ്മർഷി ദേശം, മധ്യദേശം, ആര്യവർത്തം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അല്ലെ. ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അലഹബാദ് ആണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഇത് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. 9 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഇത് ഉത്തർപ്രദേശ്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, അങ്ങനെ 9 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഇത് ഉത്തർപ്രദേശ്. അപ്പൊ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് ആണ്. The state is known for its rich culture which includes diverse languages, influences cuisines like Awadhi and Mughalai and the historical significance as the birthplace of the significant religious figures. അതുകൊണ്ട് തന്നെ അത് ബ്രഹ്മർഷി ദേശം, മധ്യദേശം, ആര്യവർത്തം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു അല്ലെ.
UP is also a major agricultural producer. അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവരുടെ ഇതെന്താണ്, അഗ്രികൾച്ചറൽ കൃഷിയിൽ ജീവിക്കുന്നവരാണ് അല്ലെ. പെർട്ടിക്കുലറി ഓഫ് ഷുഗർ കെയിൻ, കരിമ്പ്, ഉരുളക്കിഴങ്ങ്, ഗോതമ്പൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ടു ദ ലാർജസ്റ്റ് മാൻ മെയ്ഡ് ലേക്ക് ഇൻ ഇന്ത്യ, ദ ഗോവിന്ദ് ബലാപാൻ സാഗർ ലേക്ക് ഒക്കെ എവിടെയാണ് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശുമായിട്ട് അതിർത്തിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഉത്തർപ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഉത്തർപ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണത്? നേപ്പാൾ ആണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ പോപ്പുലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇന്ത്യ എക്സിഡിങ് 200 million പീപ്പിൾ ആണ് അവിടെ ഉള്ളത്. Geography, shivering foothills, Gangetic plain, the Ganga and Yamuna rivers flowing through it. പ്രധാന നദികൾ അവിടെ യമുനയും ഗംഗയാണ്. പ്രധാന ആഘോഷം ഏതാണെന്ന് അറിയോ? രാംലീല. പ്രധാന ആഘോഷം. പ്രധാന ഭാഷകൾ എന്ന് പറയുന്നത് ഹിന്ദി, ഉറുദു ഒക്കെയാണ്. പ്രധാന നൃത്തരൂപം എന്ന് പറയുന്നത് കഥക്. ഓക്കെ, പിന്നെ ഹെർട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞു, പല പേരുകളിൽ ഉത്തർപ്രദേശ് അറിയപ്പെടുന്നുണ്ട് അല്ലെ. ഉത്തർപ്രദേശ് യുണൈറ്റഡ് പ്രൊവിൻസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് കേട്ടോ. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ് നെയിം വാസ് ചേഞ്ച് ഫ്രം യുണൈറ്റഡ് പ്രൊവിൻസ് ടു ഉത്തർപ്രദേശ് ഓൺ January 24, 1950. അപ്പൊ 1950 വരെ ഉത്തർപ്രദേശ് അറിയപ്പെടുന്നത് എന്ത് പേരിലായിരുന്നു? യുണൈറ്റഡ് പ്രൊവിൻസ് എന്നുള്ള പേരിലായിരുന്നു. ഓക്കെ, പിന്നെ എന്താന്ന് നോക്കാം. അഗ്രികൾച്ചർ നമ്മൾ പറഞ്ഞു, ഷുഗർ ബോൾ ഓഫ് ഇന്ത്യ. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ പഞ്ചസാര പാത്രം എന്നറിയപ്പെടുന്നത്. കാര്യം എന്താണ്? ഒരുപാട് ഷുഗർ കെയിൻസ് ഉണ്ട്. ഷുഗർ കെയിൻസ് മാത്രമല്ല, പൊട്ടാറ്റോസ് ഉണ്ട്, വീറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഏത് ഉത്തർപ്രദേശ്. ഓക്കെ, ഇനി കൾച്ചർ ആൻഡ് ക്യൂസിൻ. UP is also a cultural melting pot featuring diverse languages and famous cuisines like അവധി, മുഗൾ നമ്മളൊക്കെ പറഞ്ഞു. ഹിസ്റ്റോറിക്കൽ റിലീജിയസ് ഇമ്പോർട്ടൻസ് എന്താണ്? അവിടെ ഒരുപാട് എന്താണ് അമ്പലങ്ങളും അതുപോലെ തന്നെ റിലീജിയസിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ബീങ് ദ ബർത്ത് പ്ലേസ് ഓഫ്, അതായത് രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും എല്ലാം ബർത്ത് പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, ടൂറിസം. ദ സ്റ്റേറ്റ് അട്രാക്ട്സ് ടൂറിസ്റ്റ് ഫോർ ഇറ്റ്സ് ഹോളി സൈറ്റ്സ്, കൾച്ചറൽ ഫെസ്റ്റിവൽസ് ആൻഡ് റിച്ച് ഹിസ്റ്ററി. അപ്പൊ ഇവരുടെ എല്ലാം രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും എല്ലാം എന്താണ് ബർത്ത് പ്ലേസ് ഉത്തർപ്രദേശിലായതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഹോളി സൈറ്റ് ആയിട്ട് ടൂറിസ്റ്റിനെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. ദ ക്യാപിറ്റൽ എന്താണ്? ലക്നൗ ആണ് അല്ലെ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാരണാസി is one of the oldest cities in the world. കാൺപൂർ is the largest city by population. ഏറ്റവും ലാർജസ്റ്റ് സിറ്റി, പോപ്പുലേഷനിൽ ലാർജസ്റ്റ് സിറ്റി ആയുള്ള കാൺപൂർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. മാൻ മെയ്ഡ് ലേക്ക് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണ്? ഉത്തർപ്രദേശ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്തേൺ ഇന്ത്യ ഇസ് ദ മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ആൻഡ് ദ മോസ്റ്റ് പോപ്പുലർ കൺട്രി സബ്ഡിവിഷൻ ഇൻ ദ വേൾഡ്. നമ്മൾ പറഞ്ഞു. വീണ്ടും എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ്സ് നോൺ ഫോർ ഇറ്റ്സ് റിച്ച് ഹിസ്റ്ററി. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഷുഗർ ബോൾ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലേണുടെ ക്ലാസ് കേട്ടിട്ട് നമുക്ക് അറിയാം അത് ഏതാണ്. ഉത്തർപ്രദേശ് ആണെന്ന് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിറ്റുവേറ്റഡ് ഇൻ നോർത്തേൺ ഇന്ത്യ ബോർഡറിംഗ് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് ടു ദ നോർത്ത്, ഹരിയാന ടു ദ വെസ്റ്റ്, മധ്യപ്രദേശ് ടു ദ സൗത്ത് ആൻഡ് ബീഹാർ ടു ദ ഈസ്റ്റ്. നമ്മൾ പറഞ്ഞു ഇത് ഓരോരോ ഡയറക്ഷനിലും ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഹരിയാന ടു ദ വെസ്റ്റ്, ഹിമാചൽ പ്രദേശ് ടു ദ നോർത്ത്, മധ്യപ്രദേശ് ടു ദ സൗത്ത് ആൻഡ് ബീഹാർ ടു ദ ഈസ്റ്റ്. ഓക്കെ, ക്യാപിറ്റൽ ലക്നൗ ആണ്. ഏരിയ ദ ഫോർത്ത് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ ഏരിയ നോക്കുമ്പോൾ 4ാമത്തെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് കേട്ടോ. പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞു 241 മില്യൺ, ഓവർ 241 മില്യൺ പീപ്പിൾ ആണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. ഗംഗ യമുനയാണ് അവിടെ മെയിൻ ആയിട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറഞ്ഞു. ട്രൈബൽ ഏരിയാസ് വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഏത് മക്കളെ? ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഉത്തർപ്രദേശിന്റെ സ്റ്റേറ്റ് സിംബൽസ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു ലക്നൗ ആണ്. സ്റ്റേറ്റ് ആനിമൽ ഡിയർ ആണ് കേട്ടോ, സ്വാം ഡിയർ എന്നാണ് പറയുന്നത്. ബാരസിംഗ എന്നൊക്കെ അറിയപ്പെടുന്നു. സ്റ്റേറ്റ് ബേർഡ് ഉണ്ട്. സ്റ്റേറ്റ് ട്രീ അശോകയാണ്. സ്റ്റേറ്റ് ട്രീ ഏതാണ്? അശോകയാണ്. സ്റ്റേറ്റ് ഫ്ലവർ പലാഷ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇത് ഉത്തർപ്രദേശിന്റെ സ്റ്റേറ്റ് സിംബൽസ് എന്ന് പറയുന്നത് കേട്ടോ. സാരസ് ക്രെയിൻ എന്നുള്ളതാണ് സ്റ്റേറ്റ് ബേർഡ്. സ്റ്റേറ്റ് ഫ്ലവർ നമ്മൾ പലാഷ് ആണ്. സ്റ്റേറ്റ് ട്രീ അശോകയാണ്. സ്റ്റേറ്റ് ഡാൻസ് ഉണ്ട് അവർക്ക് ഏതാണ്? കഥക്കാണ് സ്റ്റേറ്റ് ഡാൻസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ആനിമൽ ഏതാണ്? സ്വാം ഡിയർ ആണ് സ്റ്റേറ്റ് ആനിമൽ. ഓക്കെ, അടുത്ത ചോദ്യം. Which state has become the first in India to implement faceless adjudication under state GST? അപ്പോ എന്താണ് ചോദ്യം? എന്താണ്? Which state has become the first? ആൻസർ വന്നല്ലേ? കേരള. The pilot bill initially be implemented in the Pathanamthitta and Idukki district marketing. Kerala is the first state in India to roll out such a system for indirect tax administration. So കേരളം എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? സ്റ്റേറ്റ് സിംബൽസ് എന്തൊക്കെ കാര്യങ്ങളാണ് കേരളത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? അതായത് സ്റ്റേറ്റ് ബട്ടർഫ്ലൈയുടെ പേരെന്താണ്?
സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ എന്തുണ്ട്, സ്റ്റേറ്റ് ഫ്ലവർ ഉണ്ട്. ഗോൾഡൻ ഷവർ ആണ് സ്റ്റേറ്റ് ഫ്ലവർ അല്ലെ. സ്റ്റേറ്റ് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് ആണ്. സ്റ്റേറ്റ് ഡാൻസ് കഥകളിയാണ്. അതുപോലെ തന്നെ എന്താണ്, സ്റ്റേറ്റ് ട്രീ എന്നാണ്, കോക്കനട്ട് ട്രീ ആണ്. സ്റ്റേറ്റ് ബേർഡ് ഉണ്ട്, ഏതാണ്, ഗ്രേറ്റ് ഹോൺബിൽ ആണ്. ഇന്ത്യൻ എലിഫന്റ് ആണ് സ്റ്റേറ്റ് അനിമൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലബാർ ബാൻഡഡ് പീകോക്ക് എന്നാണ് ഈ ബട്ടർഫ്ലൈ അറിയപ്പെടുന്നത്. എന്താണ്, മലബാർ ബാൻഡഡ് പീകോക്ക്. പീകോക്കിന്റെ കളറുള്ളത് തന്നെയാണ് കണ്ടോ ബട്ടർഫ്ലൈ. കാണുന്നില്ലേ നിങ്ങൾക്ക്, ഇതാ ഇവിടെ ഇതാ അല്ലെ ബട്ടർഫ്ലൈ. മലബാർ ബാൻഡഡ് പീകോക്ക് എന്നാണ് ഈ ബട്ടർഫ്ലൈ അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യമാണ്. ഹു ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദ ഫിഡെ വിമൻസ് വേൾഡ് കപ്പ് ടൈറ്റിൽ? The right answer is ആരാണ്, ദിവ്യ ദേശ്മുഖ് wins FIDE Women's World Cup 2025. ജോർജിയയിലെ ബാത്തുമി വേദിയായിട്ടുള്ള വനിതാ ലോകകപ്പ് ചെസ് ചാമ്പ്യൻഷിപ്പില് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് ജേതാവായി മാറിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് വനിതാ ചെസ് ലോകകപ്പ് കിരീടം ഇന്ത്യയിലോട്ട് എത്തുന്നത് കേട്ടോ. ഫൈനലില് ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തിയാണ് മഹാരാഷ്ട്ര എന്നുള്ള യുവതാരമായിട്ടുള്ള ദിവ്യ ദേശ്മുഖ് ചരിത്രം കുറിച്ചിരിക്കുന്നത്. അപ്പൊ ഫൈനലിലും 2 ഇന്ത്യക്കാർ തന്നെയായിരുന്നു. കൊനേരു ഹംപി ആയിരുന്നു ഫൈനലില്. കൊനേരു ഹംപിനെയാണ് പരാജയപ്പെടുത്തിയത്. ദിവ്യ ദേശ്മുഖ് ഫൈനലില് എന്ത് വിജയിച്ചത്. ആദ്യമായാണ് വനിതാ ചെസ് ലോകകപ്പ് കിരീടം ഇന്ത്യയിലോട്ട് എത്തുന്നത് കേട്ടോ. ദിവ്യക്ക് എത്ര രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കുക എന്നറിയാമോ? $50,000 ആണ്. $50,000 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാകും? 43.33 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദ് മാത്രമാണ് ഇന്ത്യക്കായിട്ട് 2 വട്ടം ലോകകപ്പ് വിജയിച്ചിട്ടുള്ളത്. നിലവിലെ ലോക വനിതാ ചെസ് ചാമ്പ്യൻ ജു വെഞ്ചുന് എതിരാളിയായിട്ട് കണ്ടെത്താനുള്ള കാൻഡിഡേറ്റ്സ് മത്സരങ്ങൾക്കും ദിവ്യയും ഹംപിയും യോഗ്യത നേടിയിട്ടുണ്ട് കേട്ടോ. നിലവിലെ ലോക റാപ്പിഡ് ചെസ് ജേതാവ് കൂടിയാണ് ഹംപി. മുൻ ലോക വനിതാ ചാമ്പ്യൻ ടാൻ സോനിയെ മാരത്തൺ പോരാട്ടത്തിൽ തോൽപ്പിച്ച് ദിവ്യ ഫൈനലിൽ എത്തിയതാണ്. 2022 വനിതാ ദേശീയ കിരീടം നേടിയ ദിവ്യ 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻഷിപ്പിലും ജേതാവായി മാറിയിരിക്കുകയാണ്. സോ ദിവ്യ ദേശ്മുഖ് wins FIDE Women's World Cup 2025. കൂടുതൽ ഡീറ്റെയിൽസ് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ചരിത്ര വിജയം അല്ലെ, ചരിത്ര വിജയം കുറിച്ച 19കാരി, വെറും 19 വയസ്സ് മാത്രമാണ് പ്രായം. ദിവ്യ ദേശ്മുഖ് ചതുരംഗ കളിയിലെ പുതിയ രാജ്ഞി എന്ന് പറയാൻ പറ്റില്ല, രാജകുമാരിയാണ് അല്ലെ. 19 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പുതിയ രാജ്ഞിയായിട്ട് വാഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. ദിവ്യയുടെ ഇരട്ടി പ്രായവും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ള ഇന്ത്യയുടെ 1ാം നമ്പർ താരമായിരുന്നു ആര്, കൊനേരു ഹംപി. കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തിയിട്ടാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള യുവതാരത്തിന്റെ വിശ്വവിജയം എന്ന് പറയുന്നത്. അപ്പൊ പ്രായത്തിലല്ല കാര്യം, അതുപോലെ തന്നെ എക്സ്പീരിയൻസിലുമല്ല കാര്യം, ബുദ്ധിയിലാണ് കാര്യം എന്നുള്ള കാര്യം മനസ്സിലായോ? ഇരട്ടി പ്രായവും മൂന്നിരട്ടി എക്സ്പീരിയൻസും ഉള്ള ഒരാളെയാണ് പരാജയപ്പെടുത്തിയിട്ടാണ് എന്തിലോട്ട് എത്തിയത്? വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് ആര് മാറിയത്? ദിവ്യ ദേശ്മുഖ് മാറിയത് അല്ലെ. ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിലെത്തി നടന്ന എന്നുള്ള പ്രത്യേകതയും എന്നിട്ട് ഈ ചെസ് ലോകകപ്പിന് ഉണ്ട് കേട്ടോ. ഫൈനൽ മത്സരത്തിൽ ക്ലാസിക്കൽ ഗെയിമുകൾ 2ഉം സമനില അവസാനിച്ചതോടെ ടൈ ബ്രേക്കറിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത് കേട്ടോ. ഫിഡെ വനിതാ റേറ്റിംഗ് പട്ടികയിൽ 18ാം സ്ഥാനത്തായിരുന്നു ദിവ്യ. ഹംപി ആകട്ടെ 5ാം സ്ഥാനത്താണ്. അപ്പൊ 18ാം സ്ഥാനത്തുള്ള ആളാണ് 5ാം സ്ഥാനത്തുള്ള ആളെ പരാജയപ്പെടുത്തിയിട്ട് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. എന്താണല്ലേ അല്ലെ. എന്താണ് അനുഭവങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നു. ആ പാഠങ്ങൾ പഠിച്ചവർ എന്താണ് ജീവിതത്തിൽ വിജയിക്കുന്നു. റൈറ്റ്. അപ്പോ നമ്മൾ പോരാട്ട വീര്യവും, അപ്പൊ നമുക്ക് നമ്മുടെ ഈ ലോകകപ്പ് അതായത് വനിതാ ചെസ്സിലെ വിജയികളെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിവ്യ ദേശ്മുഖ് അല്ലെ, ഇതാണ് ദിവ്യ ദേശ്മുഖ് അല്ലെ. ദിവ്യ ദേശ്മുഖ് അതുപോലെ തന്നെ കൊനേരു ഹംപി അല്ലെ. അപ്പൊ ദിവ്യ ദേശ്മുഖിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? വിശ്വവിജയത്തിനൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ദിവ്യ ദേശ്മുഖിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള 88ാം ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര്? ദിവ്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 88ാം ഗ്രാൻഡ് മാസ്റ്റർ ആണ് ദിവ്യ. കൊനേരു ഹംപി, ഡി ഹരിക, ആർ വൈശാലി എന്നിവരാണ് ഗ്രാൻഡ് മാസ്റ്റർ നിരയിലെ മറ്റ് ഇന്ത്യൻ വനിതാ താരങ്ങൾ കേട്ടോ. 2002 15ാം വയസ്സിൽ കൊനേരു ഹംപി 2002 15ാം വയസ്സിൽ
വയസ്സിൽ കൊനേരു ഹംപി ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം കുറിക്കുമ്പോൾ ദിവ്യ ജനിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 2005 ഡിസംബർ 9 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ദിവ്യയുടെ ജനനം. ഡോക്ടർമാരായിട്ടുള്ള ജിതേന്ദ്രയും നമ്രതയുമാണ് മാതാപിതാക്കൾ. അച്ഛൻ ജിതേന്ദ്രയ്ക്ക് ചെസ്സിനുള്ള താല്പര്യമായിരുന്നു എന്ത് കൊച്ചു ദിവ്യക്കും ഇത് ചെസ്സിനോടുള്ള ഇൻട്രസ്റ്റ് കൂട്ടിയത്. അപ്പോൾ അച്ഛന്റെ പിൻവഴിയാണ് ആര്യ മകളും പോയത് അല്ലെ. സഹോദരിക്കൊപ്പം 4-ാം വയസ്സിൽ ബാഡ്മിന്റൺ പഠനത്തിനായിട്ട് അക്കാദമിയിൽ എത്തിയെങ്കിലും ഉയരക്കുറവ് ഒരു തടസ്സമായിട്ട് മാറി. അപ്പൊ ബാഡ്മിന്റൺ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ദിവ്യ അക്കാദമിയിൽ എത്തുന്നത്. എന്നാൽ ഉയരം കുറഞ്ഞത് കാരണം അതൊരു തടസ്സമായിട്ട് മാറി. അങ്ങനെയാണ് എന്ത് ചെസ്സിലോട്ട് തിരിഞ്ഞത്. ചെസ് ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. സ്കൂൾ വിദ്യാഭ്യാസവും മികവുറ്റ രീതിയിൽ കൊണ്ടുപോയ ദിവ്യ അന്നേ തന്നെ ചെസ്സിൽ മികവ് തെളിയിച്ചിരുന്നു. ക്ലാസിക്കൽ, റാപ്പിഡ്, ബീറ്റ്സൺ തുടങ്ങി എല്ലാ ഫോർമാറ്റിലും ഒരുപോലെ മിടുക്കിയാണ് ദിവ്യ. ദിവ്യ 2021 വനിതാ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആകുന്നത്. അതിനു മുൻപ് 2020 നാഷണൽ മാസ്റ്റർ ആകും. അതുപോലെ അതിനു മുൻപ് 2020 നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീം അംഗമായിരുന്നു ആര് ദിവ്യ. 2022 വനിതാ ദേശീയ കിരീടവും നേടി. അപ്പൊ ഈ വർഷം ചെന്നൈ മഹാബലിപുരത്ത് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത വിഭാഗത്തിൽ വെങ്കലവും നേടിയിട്ടുണ്ട്. 2024 ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണം നേടിയ ദിവ്യ ഇന്ത്യൻ ടീമിനെ സ്വർണ്ണ ജേതാക്കളാകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച താരമായിരുന്നു. ലോകകപ്പിൽ വിജയ സാധ്യത കുറഞ്ഞവരിൽ ഒരാളായിരുന്നിട്ടും ദിവ്യ പ്രകടിപ്പിച്ച അസാമാന്യ മനോബലവും അതുപോലെ തന്നെ പോരാട്ട വീര്യവുമാണ് ഇന്ത്യക്ക് ലോക ജേതാവിനെ സമ്മാനിച്ചതെന്ന് വനിതാ ചെസ്സിൽ ഇതിഹാസം സൂസൻ പോൾഗറിന്റെ നിരീക്ഷണം കുറിച്ച് പറയുന്നു. അപ്പം 18-ാം റാങ്കിങ്ങിലുള്ള ഇന്ത്യയല്ല ദിവ്യ, ഓക്കെ പറഞ്ഞു ഇന്ത്യയായി. 18-ാം റാങ്കിലുള്ള ദിവ്യ 5-ാം റാങ്കിലുള്ള കൊനേരു ഹംപിയെ തോൽപ്പിച്ച് ഇപ്പോൾ 1-ാം റാങ്കിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ അപ്പൊ നമ്മുടെ പൊസിഷനിലല്ല മക്കളെ കാര്യം, നമ്മുടെ വർക്കിലാണ് കാര്യം, നമ്മുടെ മനോബലത്തിലാണ് കാര്യം എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് ചെസ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് അറിയാമോ? അതായത് 1927 ഈ ഫിഡെ വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത് 1927 റഷ്യയിൽ ജനിച്ച വെരാമെൻചിക്കായിരുന്നു പ്രഥമ വനിതാ ലോക ചെസ് ചാമ്പ്യൻ ആയിട്ട് വെരാമെൻചിക്കാണ്. അപ്പൊ പ്രഥമ വനിതാ ലോക ചെസ് ചാമ്പ്യൻ ആരായിരുന്നു? റഷ്യയിൽ ജനിച്ചിട്ടുള്ള വെരാമെൻചിക്കായിരുന്നു. 7 തവണ കൂടി കിരീടം നിലനിർത്തി മരണം വരെ ചാമ്പ്യനെ തുടർന്ന ഇതിഹാസ താരമാണ് ആര് മെൻചിക്. 2-ാം ലോക മഹായുദ്ധ കാലത്ത് ലണ്ടനിൽ നടന്ന ജർമ്മൻ ബോംബ് ആക്രമണത്തെ തുടർന്ന് 1944 ജൂൺ 26 മെൻചിക്കിന്റെ മരണം എന്ന് പറയുന്നത്. സോ ക്യൂൻ ഓഫ് ചെസ് എന്നറിയപ്പെടുന്നത് ആരാണ്? വെരാമെൻചിക്കാണ്. ഓക്കെ, അടുത്തത് 7-ാമത്തെ ചോദ്യമാണ്. Which is the most expensive and best Earth observation satellite in the world that is capable of detecting even the smallest change on Earth? അതായത് എന്താണ് അർത്ഥം? ഭൂമിയിലെ ചെറുമാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും ചെലവേറിയതും മികച്ചതുമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? The right answer is നിസാർ അല്ലെങ്കിൽ നൈസാർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നിസാർ ആണ് കേട്ടോ. അതായത് US ഏജൻസി നാസയും ഇന്ത്യയുടെ ISROയും ചേർന്ന് വികസിപ്പിച്ച നൈസാർ ഉപഗ്രഹം ജൂലൈ 30 വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുണ്ട്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSL F-16 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം ഉണ്ടായിരുന്നത്. ഭൂമിയിലെ ചെറുമാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും ചെലവേറിയതും മികച്ചതുമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇത് നിസാർ എന്ന് പറയുന്നത്. 10,000 കോടിയിലേറെ രൂപ ചെലവ് വരുന്നതാണ് ഈ ദൗത്യം. അപ്പൊ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത അത്രയും എക്സ്പെൻസ് ആണ് അല്ലെ. 10,000 കോടിയിലേറെ രൂപ ചെലവ് വരുന്നതാണ് ഈ ദൗത്യം എന്ന് പറയുന്നത്. അവിടെയും ഒരു മലയാളിയുടെ സിഗ്നേച്ചർ ഉണ്ട്. മലയാളിയായിട്ടുള്ള തോമസ് കുര്യനായിരുന്നു മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ചെലവേറിയിട്ടുള്ള ഒബ്സർവേഷൻ സാറ്റലൈറ്റിന്റെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു മലയാളി തന്നെയാണ്. ആര്? മലയാളിയായിട്ടുള്ള തോമസ് കുര്യൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8-ാമത്തെ ചോദ്യം ഇതാരാണ്? Who won the Asian Filmmaker of the Year award at the 13th Busan International Film Festival 2025? ബുസാൻ ചലച്ചിത്രമേളയുടെ ഏഷ്യൻ ഫിലിം മേക്കർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജാഫർ പനാഹിയാണ് കേട്ടോ. ജാഫർ പനാഹിയാണ്. ഇറാനിയൻ ഡയറക്ടർ ജാഫർ പനാഹി won the Asian Film Maker of the Year award at the 13th Busan International Film Festival 2025. അതായത് ബുസാൻ ചലച്ചിത്രമേളയുടെ ഏഷ്യൻ ഫിലിം മേക്കർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് വിഖ്യാത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. യൂറോപ്പിലെ 3 പ്രധാന ചലച്ചിത്രമേളകളിൽ മികച്ച സംവിധായകനുള്ള അംഗീകാരം നേടുന്ന
ആദ്യ ഏഷ്യക്കാരൻ എന്ന നേട്ടത്തിന് പിന്നാലെയാണ് പനാഹിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വെനീസ്, ബെർലിൻ മേളകളിൽ പുരസ്കാരം നേടിയുള്ള പനാഹി ഈ വർഷം കാൻ മേളയിലും പുരസ്കാരം നേടിയിരുന്നു കേട്ടോ. അപ്പോ who won the Asian Filmmaker of the Year award at the 30th Busan International Film Festival? The right answer is Jafar Panahi. Okay. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. Who has been appointed as the new head coach of the Indian men's football team? അതായത് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ കോച്ച് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായിട്ട് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള ഖാലിദ് ജമീലിനെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖാലിദ് ജമീൽ. ഓക്കെ. 2005 സുഖ്വിന്ദർ സിംഗിന് ശേഷം ഇന്ത്യൻ ചീഫ് കോച്ചാകുന്ന ആദ്യ ഇന്ത്യൻ പരിശീലകനാണ് ആര്? ജമീൽ. പിന്നെ ഇംഗ്ലീഷ് പരിശീലകനായിട്ടുള്ള സ്റ്റീഫൻ കോൺസ്റ്റന്റ്, സ്ലോവാക്യൻ പരിശീലകൻ സ്റ്റെഫാൻ തർക്കോവിച്ച് എന്നിവരെ പിന്തള്ളിയാണ് ISL ജംഷഡ്പൂർ FC കോച്ചായിരുന്ന ജമീലിനെ AFI തെരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. സോ ആരാണ് പുതിയ കോച്ച്? ഖാലിദ് ജമീൽ. ഓക്കെ. അടുത്ത ചോദ്യം, അവസാന ചോദ്യം, 10ാമത്തെ ചോദ്യം. Where have the largest earthquakes in recent history occurred? എവിടെയാണ് അതായത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിൽ ഒന്നിന് സാക്ഷിയായത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. The right answer is എവിടെയാണ്? കംചത് മേഖലയാണ്. പസഫിക് സമുദ്രത്തിലെ കംചത് മേഖലയിലാണ് ഏറ്റവും സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിൽ ഒന്നിന് സാക്ഷിയായത് എവിടെയാണ്? കംചത് മേഖലയിലാണ് കേട്ടോ. സോ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് നോക്കാം. സമീപകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ 10 ഭൂകമ്പങ്ങളിൽ ഒന്നാണ് ഈ റഷ്യയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള കംചത് ഉപദ്വീപിന് സമീപം ജൂലൈ അവസാനം ശാന്ത സമുദ്രത്തിൽ ഉണ്ടായത് കേട്ടോ. റഷ്യൻ ശാന്ത സമുദ്രം എന്ന് മാത്രമേ പേരുള്ളൂ. അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്തുന്നുണ്ട്? ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. റഷ്യൻ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിൽ നിന്ന് 6500 കിലോമീറ്റർ കിഴക്ക് മാറി ആ മേഖലയാണ് ഇത് കംചത് എന്ന് പറയുന്നത്. 8.8 തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് പസഫിക് ഓഷ്യൻ ശാന്ത സമുദ്രം, അതിന്റെ ഇംഗ്ലീഷ് എന്താ? പസഫിക് ഓഷ്യനിലെ അതിരുന്ന വിവിധ രാജ്യങ്ങളിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ 8.8 ആയിരുന്നു അവിടുത്തെ തീവ്രത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കംചത്തിൽ 4 മീറ്ററുള്ള ഏരിയയും അമേരിക്കൻ ഹവായ് തീരങ്ങളിൽ 5 മീറ്ററോളം, ജപ്പാൻ തീരത്ത് 2 മീറ്ററും തിരകൾ ഉയർന്നു. സുനാമി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അമേരിക്കയിലെ കാലിഫോർണിയ, വാഷിംഗ്ടൺ, അലാസ്ക, ഹവായ് എന്നിവിടങ്ങളിൽ ജനങ്ങള് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറിയതിൽ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. കംചത് മേഖലയിലെ പെട്രോപാവോക്സ് കംചാത് നഗരത്തില് 119 കിലോമീറ്റർ അകലെ ശാന്ത സമുദ്രത്തില് 19.3 കിലോമീറ്റർ ആഴത്തിലായിരുന്നു 3 മിനിറ്റോളം നീണ്ടുനിന്ന ഭൂചലനം ഉണ്ടായത് കേട്ടോ. ഓക്കെ. ഇനി റിങ്സ് ഓഫ് ഫയർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത്? 2011 ജപ്പാനിലെ 9.1 തീവ്രതയിൽ ഉണ്ടായ ഭൂചലനത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ശക്തിയേറിയ ചലനമാണ് റിങ്സ് ഓഫ് ഫയറിൽ ഉണ്ടായത്. അന്നുണ്ടായ ഭൂചലനത്തിലാണ് ഫുകുഷി ആണവ നിലയത്തിൽ തകർച്ച സംഭവിച്ചത്. ഇത്തവണ ഭൂചലനം ഉണ്ടായത് റിങ്സ് ഓഫ് ഫയർ എന്നിവിടെയാണ് കേട്ടോ. ഓക്കെ. അതെന്ന് അറിയപ്പെടുന്ന പ്രദേശത്താണ്. ശാന്ത സമുദ്രത്തെ ചുറ്റിപ്പോകുന്ന അഗ്നിവളയത്തിൽ പ്രധാനമായും അമേരിക്ക, മെക്സിക്കോ, ചിലെ, പെറു, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങളും അവിടെ ഉൾപ്പെടുന്നുണ്ട്. ഭൂമിയിലെ വമ്പൻ ഭൂചലനങ്ങളിൽ 80% ഈ മേഖലയിലാണ് ഉണ്ടാകുന്നത്. ചിലെയില് 1960 9.5 തീവ്രതയിൽ ഉണ്ടാകുന്ന ഭൂചലനമാണ് ഏറ്റവും ശക്തിയേറിയത്. 1964 അലാസ്കയില് 9.2 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായിരുന്നു. 1952 കംചത് മേഖലയിൽ 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. 2004 ഇന്തോനേഷ്യ, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലായിട്ട് 2.3 ലക്ഷം പേരുടെ മരണത്തിനിടയായിട്ടുള്ള സുനാമി തീരങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത് 9.1 തീവ്രതയുള്ള ഭൂചലനത്തിൽ നിന്നായിരുന്നു. അതേസമയം കംചത് മേഖലയിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 0.62 മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണത്തെ ഭൂചലനത്തെ തുടർന്നുണ്ടായ സുനാമിയിലും ആളപായം കുറയാനുള്ള ഒരു പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞത് കംചത് മേഖലയെ കുറിച്ചിട്ടായിരുന്നു. എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ് അല്ലെ കംചത് മേഖല ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഏതാണ്, എത്ര മീറ്ററിലാണ് ഉണ്ടായത്? 8.8 തീവ്രതയുള്ള ഭൂചലനമാണ് അവിടെ ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പൊ thank you. Thanks for your time.